നമസ്കാരം. ആശ്രിത നിയമനത്തിന് 13 വയസ്സ് എന്നുള്ളൊരു നിബന്ധന സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നതാണല്ലോ ഇപ്പം വിവാദമായിരിക്കുന്നത്. എന്താണ് ഈ ആശ്രിത നിയമനം? സർക്കാർ സർവീസിലിരിക്കുന്ന ഒരാൾ മരിച്ചാൽ അയാളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ പാർട്ട്ണറിന് പെൻഷനും ബാക്കി പെൻഷൻ പകുതി തുകയാണ് പെൻഷനായിട്ട് കൊടുക്കുന്നത്. പെൻഷനും മക്കൾക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് നിയമനവും. ഇതാണ് 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നിയമനവും. ഇതാണ് ആശ്രിത നിയമനം എന്ന് പറയുന്നത്. എനിക്ക് അറിയാവുന്ന ഒരു കേസ് പറയാം. ഭർത്താവ് ഭയങ്കര കള്ളുകുടിയനാണ്, സർവീസ് ഉദ്യോഗസ്ഥനാണ്. ഇയാൾ മരിച്ചു പോകുന്നു. ഇയാൾ 1 രൂപ പോലും വീട്ടിൽ ചിലവിനായിട്ട് കൊടുക്കുന്ന ഒരാളെ അല്ല. മാത്രമല്ല ഭാര്യയിൽ നിന്ന് പൈസ പിടിച്ചു മേടിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഇയാൾ മരിച്ചു പോകുന്നു. ഇയാൾ മരിച്ചു പോകുമ്പോഴത്തേക്ക് ഭാര്യയ്ക്ക് അയാൾക്ക് കിട്ടേണ്ടിയിരുന്നതിൻ്റെ പകുതി പെൻഷൻ കിട്ടുന്നു. ശേഷം മകന് ജോലിയും കിട്ടുന്നു. അപ്പം നോക്കണം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ഒരാൾ മരിച്ചു പോകുന്നതേ അവിടെ ഒരു ലോട്ടറിയാണ്. അപ്പോൾ അവർക്ക് ആദ്യത്തെ ലോട്ടറി കിട്ടുന്നു. രണ്ടാമത്തെ ലോട്ടറി എന്ന് പറയുന്നത് വൈഫിന് പകുതി പെൻഷൻ കിട്ടുന്നു. ഇനി മൂന്നാമത്തെ ലോട്ടറി എന്ന് പറയുന്നത് മകന് ജോലി കിട്ടുന്നു. അപ്പം 3 ലോട്ടറിയാണ് ഒരു കുടുംബത്തിന് കിട്ടുന്നത്. അങ്ങനെ ഒരു കുടുംബത്തിന് തന്നെ ഇത്രയും ലോട്ടറി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു ലോട്ടറിയൊക്കെ കൊടുത്താൽ പോരെ? ഇത് ആരും ചിന്തിക്കാത്ത ഒരു ഓപ്പോസിറ്റ് സൈഡാണ് പറയുന്നത്. അല്ലാതെ അസുഖം ബാധിച്ച് മരിച്ചു പോകുന്നവരുടെ കേസൊന്നും അല്ല, അത് സ്ഥിരം പറയുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ അസുഖം വന്ന് ആരായാലും, സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമൊന്നുമല്ലല്ലോ അസുഖം വന്ന് മരിക്കുന്നത്, ആരുടെ ലൈഫിനും ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതുകൊണ്ടാണ് നാട്ടിൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉള്ളത്. അപ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസ് ഇവർക്കൊക്കെ എടുത്തു വെച്ചുകൂടെ? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള വരുമാനമില്ല ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ. എത്ര തുകയ്ക്ക് വേണമെങ്കിലും അവർക്ക് എടുക്കാമല്ലോ. സാധാരണക്കാർക്ക് ശരിയാണ്, ചിലപ്പോൾ അങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റണമെന്നില്ല. അവർ പോലും എടുക്കേണ്ട സാഹചര്യമാണ്, എടുക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ എടുത്തിട്ടേ നമ്മളൊരു ഫാമിലി പ്ലാനിങ്ങിലേക്ക് എന്നൊക്കെ പറയുന്നത് അതാണല്ലോ. ഒരു കുട്ടിയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് മസ്റ്റാണ്. പിന്നെ മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത് PSC ഇങ്ങനെ ഓരോ ഡെക്കറേഷൻസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ PSC വളരെ അൺഅട്രാക്റ്റീവായി പോകുമെന്ന്. PSC സത്യത്തിൽ അൺഅട്രാക്റ്റീവ് തന്നെ ആവേണ്ടതല്ലേ? അട്രാക്റ്റീവ് ആവുന്നതുകൊണ്ട് എന്താണ് ഗുണം? ലക്ഷങ്ങൾ PSC പരീക്ഷ എന്ന് പറഞ്ഞ് 40 വയസ്സ് വരെയും അല്ലെങ്കിൽ 35 വയസ്സ് വരെയും ഏജ് ഓവർ ആവുന്നത് വരെ ജോലിക്ക് പോകാതെ PSC എഴുതിക്കൊണ്ടിരിക്കും. എന്നിട്ട് എത്ര പേർക്കാണ് നിയമനം കിട്ടുന്നത്? ഇവിടെ ലക്ഷക്കണക്കിന് യുവജനങ്ങളാണല്ലോ ഉള്ളത്. ഈ ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ PSC കൊണ്ട് പറ്റുമോ? എത്രയോ പേരാണ് ഒരു ജോലിക്ക് പോകാതെ PSCക്ക് ട്രൈ ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഇരിക്കുന്നത്. നമുക്കിവിടെ പബ്ലിക് ലൈബ്രറിയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം 35 വയസ്സ് വരെയും ഒരുപാട് പേര്. അതായത് ഒരു സ്റ്റേറ്റ് എന്താണ് ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽസിൻ്റെ കാര്യം പറയണ്ട. സ്റ്റേറ്റ് ചെയ്യേണ്ടത് യുവജനങ്ങളെ യൂട്ടിലൈസ് ചെയ്യുക സ്വന്തം നാടിന് വേണ്ടി. പക്ഷേ ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നതോ അവരെ ഈ സർക്കാർ ജോലി എന്നുള്ള മോഹന വാഗ്ദാനം കാണിച്ചിട്ട് ഒരു ലോട്ടറിയാണത്. ആ ലോട്ടറി കിട്ടാൻ വേണ്ടി എല്ലാവരും ആ ലോട്ടറിക്ക് പിന്നാലെ പായുകയാണ്. പട്ടി എല്ലിൻ കഷ്ണത്തിന് പിറകെ പോകുന്ന പോലെയാണ്. പക്ഷേ സർക്കാർ ജോലി ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, എല്ലിൻ കഷ്ണമൊന്നുമല്ല, നല്ല മുഴുത്ത മാംസം തന്നെയാണ്. അപ്പോൾ ഈ സർക്കാർ ജോലിക്ക് പിന്നാലെ യുവജനങ്ങൾ പോകുന്നതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആ തൊഴിൽ മേഖല അവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടാതെ പോകുന്നു യുവജനങ്ങളുടെ കാര്യം. പിന്നെ ഈ പറയുന്ന കണക്ക് നാട്ടിൽ തൊഴിലില്ലായ്മ കുറയ്ക്കാം. എങ്ങനെ കുറയ്ക്കാം? ഇവർ സന്നദ്ധരല്ലല്ലോ ജോലി ചെയ്യാൻ. ഇവരെല്ലാം PSC അതിലേക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക 35 വയസ്സ് വരെ. അപ്പോൾ അവരെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അവർ ശ്രമിക്കുന്നതുമില്ല. ഒരു ജോലിക്ക് പൊയ്ക്കൊണ്ട് PSCക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം PSC അൺഅട്രാക്റ്റീവ് ആവുന്നെന്ന് പറയും. അൺഅട്രാക്റ്റീവ് ആകുക തന്നെ വേണം PSC. ഇത്രയും അട്രാക്റ്റീവ് ആക്കണ്ട. ഇത്രയും അട്രാക്റ്റീവ് ആവുന്നതുകൊണ്ടാണ് യുവജനങ്ങളെല്ലാം PSC എന്ന് പറഞ്ഞ് നടക്കുന്നത്. മറിച്ച് അവർ പല മേഖലകളിൽ തേടി പോകട്ടെ. PSCയിലേക്ക് ആവശ്യമുള്ളവർ, ആ ജോലി ഇഷ്ടപ്പെടുന്നവരാണ് വരേണ്ടത്. അല്ലാതെ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ കണ്ടിട്ടാവരുത് PSCയിലേക്ക് സർക്കാർ ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കല്യാണം കഴിക്കുക, കെട്ട്, കുട്ടി, ഇമാതിരിയുള്ള കാര്യങ്ങളെല്ലാം വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. താല്പര്യമുള്ളവർ ചെയ്യും, താല്പര്യമില്ലാത്തവർ ചെയ്യില്ല. ഇതിനകത്തൊക്കെ എന്തിനാണ് സർക്കാർ ഇങ്ങനെ ഇടപെടുന്നത്? സർക്കാർ ഇടപെട്ടിട്ട് അയാളുടെ ഫാമിലി, ഒരു വൈഫിന് പകുതി പെൻഷൻ, കുട്ടിക്ക് ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. നമുക്കിത് ആദ്യം കേൾക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നും. എന്നാൽ ഇതൊക്കെ ചെയ്യേണ്ടത് ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്വന്തം കടമയാണ്. ഈ പറയുന്ന കണക്ക് എന്ത് ഇൻഷുറൻസ് സ്കീമുകൾ അവിടെ കാണും, അങ്ങനെയുള്ളതിൽ ജോയിൻ ചെയ്യണം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ്. അല്ലാതെ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാത്ത ഒരാളാണ്, അയാൾക്ക് കല്യാണം കഴിച്ചിട്ടില്ല, വൈഫില്ല, പാർട്ട്ണറില്ല, കുട്ടിയില്ല. അപ്പോൾ അയാൾക്ക് എന്ത് ആനുകൂല്യമാണ് കൊടുക്കുന്നത്? അത് അയാളുടെ പേഴ്സണൽ ചോയ്സാണ്. ആ പേഴ്സണൽ ചോയ്സ് ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ അയാൾക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. മറിച്ചാണെങ്കിലോ ഇവർക്ക് എന്തും വേണ്ടി നേട്ടം? അതും ഇവിടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട്. ജനസംഖ്യ വർധനവിന് പേര് കേട്ട നാടാണ് നമ്മൾ. ജനസംഖ്യ കൊണ്ട് പൊറുതിമുട്ടുന്നു. ജനസാന്ദ്രത ഇവിടെ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനസാന്ദ്രത ഇവിടെ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെയാണ്
ഇവിടെ തൊഴിലില്ലായ്മ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ തൊഴിലില്ലായ്മ മാത്രമല്ല ഇപ്പം പ്രശ്നം, അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് അർഹിക്കുന്ന തൊഴിൽ കിട്ടുന്നില്ല, അർഹിക്കുന്ന ശമ്പളം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവർ പുറം രാജ്യത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ സർക്കാർ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഇവിടെ നമ്മളിപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചില്ല, കുട്ടിയില്ല എന്നുണ്ടെങ്കിൽ 25 വർഷം കഴിഞ്ഞ ശേഷം ഉള്ള ഒരു തൊഴിലില്ലായ്മ അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് സത്യത്തിൽ സർക്കാർ ചെയ്യുന്നെങ്കിൽ ഇത് ഓപ്പോസിറ്റായിട്ട് വേണം പ്രോത്സാഹിപ്പിക്കാനായിട്ട്. ഇനി ഇത് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചു പോകുന്നു, അയാൾക്ക് വളരെ കൊച്ചായിട്ടുള്ളൊരു കുട്ടിയുണ്ട്, എക്സാമ്പിൾ 1-2 വയസ്സ് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ കുട്ടിക്ക് ആദ്യമേ 18 വയസ്സാകുമ്പോൾ ജോലി കിട്ടും എന്നുള്ളൊരു വാഗ്ദാനമാണെന്ന് വെച്ചോ. അപ്പോൾ സത്യത്തിൽ അതിൻ്റെ ഒരു മത്സരക്ഷമത നമ്മൾ കുറച്ചു കൊണ്ടുവരുമല്ലേ? അങ്ങനെയാണോ നമ്മളൊരു പൗരനെ വാർത്തെടുക്കേണ്ടത്? 18 വയസ്സാകുമ്പോഴത്തേക്ക് എന്ത് ജോലി കിട്ടും? LD കിട്ടും. അപ്പം ഇത് വളർന്നു വരുന്ന ഒരാൾക്ക് എന്താണ് കൊടുക്കേണ്ടത്? 10ാം ക്ലാസ്സും ഗുസ്തിയും മതി. പണ്ടത്തെ 10ാം ക്ലാസ്സാണോ ഇന്നത്തെ 10ാം ക്ലാസ്? ആരെഴുതിയാലും പാസ്സാവും. അപ്പോൾ 10ാം ക്ലാസ്സും ഗുസ്തിയും ഉണ്ടെങ്കിലും എനിക്ക് ജോലി റെഡി എന്നുള്ളൊരു ധ്വനിയാണോ കൊടുക്കേണ്ടത്? അങ്ങനെ ആ ഒരു ധ്വനി കൊടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ നാളെ അഭിമാനിക്കുന്ന ഒരാൾ ആകേണ്ടിയിരുന്ന ഒരു കുട്ടിയായിരിക്കാം അത്. അതിനെ നമ്മൾ തളച്ചിടുവാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുത്തിട്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ആക്ച്വലി ആ കുട്ടിയെ ഓപ്പൺ മാർക്കറ്റിൽ മത്സരിക്കാൻ തക്ക രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരിക, അതിനുള്ള സപ്പോർട്ട് അതിന് കൊടുക്കുക, അതിന് എഡ്യൂക്കേഷനുള്ള സപ്പോർട്ട് കൊടുക്കുക, ബാക്കി സപ്പോർട്ട് കൊടുക്കുക, ഇതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ജോലി എടുത്ത് വെച്ച് കൊടുക്കുകയല്ല വേണ്ടത്. അതിന് ഓപ്പൺ മാർക്കറ്റിൽ മത്സരിക്കാനുള്ള ക്ഷമതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ നയമാറ്റമൊക്കെ നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. ഇതൊന്നും ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അടുത്തിടയ്ക്കൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളേ അല്ല. പക്ഷേ നമ്മൾ ഇതൊക്കെ ചിന്തിക്കണം. ഇതൊക്കെ ഓപ്പോസിറ്റ് സൈഡാണ്. അല്ലാണ്ട് ഒരു പോസിറ്റീവ് സൈഡ്, അതിൻ്റെ മറുവശം മാനുഷിക വശങ്ങളൊക്കെ ഉണ്ട് എന്നറിയാം. എന്നിരുന്നാലും ഇങ്ങനെയുള്ള സൈഡ് നമ്മൾ ചിന്തിക്കാതെ പോകരുത്.